നമസ്കാരം, ഞാൻ ഡോക്ടർ സനം. സാധാരണയായിട്ട് മുതിർന്ന ആൾക്കാർക്ക് ദിവസേന വയറ്റുന്ന് പോകുന്നത് പോലെ തന്നെ നോർമലായിട്ടുള്ള കാര്യമാണ് കുട്ടികൾക്ക് ഒരു 2 to 3 ഡേയ്സ് ഇടവിട്ടിട്ട് വയറ്റുന്ന് പോകുന്നത്. നമ്മളിത് മലബന്ധത്തിന്റെ ലക്ഷണമാണെന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ ഉടൻ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓടാറാണ് പതിവ്. ഇതെങ്ങനെയാണ് കുട്ടികളിൽ മലബന്ധത്തിന്റെ ലക്ഷണമാണോ എന്ന് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, കുട്ടികൾ ഭക്ഷണം കഴിച്ച ഉടനെ അവരുടെ വയറ് വീർത്തിരിക്കുക, വയറ്റിന്ന് പോകുന്ന മലം കട്ടിയായിട്ടുണ്ടാവുക, വയറ്റിന്ന് പോയി കഴിഞ്ഞാൽ മലത്തിന്റെ കൂടെ ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ രക്തത്തിന്റെ അംശം ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ കാണുന്നതാണെങ്കിൽ നിങ്ങൾ ഉടൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അല്ലാതെ 2 to 3 ഡേയ്സ് കുട്ടികൾ ഇടവിട്ടിട്ട് വയറ്റിന്ന് പോകുന്നു വിചാരിച്ചിട്ട് നമ്മൾ ഡോക്ടർ എടുക്കുക ഓടേണ്ട ആവശ്യമില്ല. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കുട്ടികൾക്ക് നോൺ വെജ് ഐറ്റംസ്, അതായത് കൂടുതൽ ബീഫ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്രെഡ്, ബർഗർ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൂടുതൽ നൽകാതിരിക്കുക. കൂടുതൽ നാടൻ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ശീലിപ്പിക്കാൻ ശ്രമിക്കുക. കാര്യം എന്ന് വെച്ചാൽ, ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുവാണെങ്കിൽ ഇത് കുട്ടികളുടെ ദഹന വ്യവസ്ഥയിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചാൻസ് വളരെ കൂടുതലാണ്.